ഇങ്ങനെ ഇയർ എൻഡ് ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഹോളിഡേ വൈബ് തന്നെയാണല്ലേ. അപ്പോൾ എല്ലായിടത്തും വിൻ്റർ കാർണിവൽസും സെയിൽസും അങ്ങനെയായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ ബാക്ക് സൈഡിൽ വിൻ്റർ കാർണിവൽ ഉണ്ടായിരുന്നു. അത് കാണാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ ഭയങ്കര ഒരു വൈബ് തന്നെയായിരുന്നു. മിക്കയിടത്തും ക്രിസ്മസ് ട്രീസും അതുപോലെ തന്നെ ഗെയിം സ്റ്റോൾസും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയതായിരുന്നു. പിന്നെ എല്ലാം ഒരു ക്രിസ്മസ് തീം തന്നെയായിരുന്നു. പിന്നെ ക്ലൈമറ്റിൻ്റെ കാര്യം പറയാനുണ്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ടൈനി സ്നോ പാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മളും കുട്ടികളായിട്ട് മാറും. ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇടയ്ക്ക് പോകണം കേട്ടോ. ശരിക്കും ഒരു റിഫ്രഷിങ് തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരു പോട്രി വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ കുറേ പീസസ് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. സ്നോമാനൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു. ശരിക്കും ഞാൻ ഒത്തിരി സമയം ഇവിടെ തന്നെയാണ് ചിലവഴിച്ചത്. അങ്ങനെ എല്ലാം കണ്ടൊന്ന് എൻജോയ് ചെയ്ത് തന്നപ്പോൾ ലാസ്റ്റ് നമ്മൾ ക്രിസ്മസ് ഉപ്പ് നിൽക്കുന്നു. എന്നാൽ ക്രിസ്മസ് ഉപ്പിനൊരു ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് യാത്രയായി. താങ്ക് യു.